ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹസീസ് ഡയറി. അപ്പോൾ ഇന്ന് നമ്മളൊരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. 1.5 kg വെയിറ്റ് വരുന്നൊരു വാഞ്ചോ കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ വീഡിയോ ഉണ്ട്. കേക്കിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഡെക്കറേഷൻ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇത് ട്വിൻസിന് വേണ്ടിയിട്ട് ചെയ്ത കേക്കായിരുന്നു. ടോട്ടൽ നമ്മൾ 2 കേക്ക് ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഒരു റെയിൻബോ തീം കേക്കും, അതുപോലെ ഇത് നമ്മളൊരു സ്കൈ തീമിൻ്റെ കേക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ട്വിൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ട്വിൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൈ തീമിന് പറ്റിയ കളർ ഏതാണെന്ന് വെച്ചാൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും. പക്ഷെ അവർക്ക് ഇങ്ങനെ ഈ ലാവൻഡർ കളർ തന്നെ വേണമെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മുടെയും സന്തോഷം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ നേരത്തെ ഫോണ്ടനിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടെഡി ബിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ട്വിൻസ് ആയതുകൊണ്ട് തന്നെ 2 എണ്ണം ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിന് ലാഡർ വെച്ച് കൊടുത്തു. ലാഡർ വെച്ചപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നിട്ട് തന്നെ ഞാനതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റാർ എടുത്ത് വെക്കുന്നുണ്ട്. സ്റ്റാർ ഇതുപോലെ തന്നെ ഫോണ്ടനിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ ക്ലൗഡ്സ് ഫോണ്ടന് പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത ക്ലൗഡ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചൊരു ടോപ്പറായിരുന്നു. പക്ഷെ ഭയങ്കര എന്താണ് നല്ലൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു ഈ ഒരു കേക്കിന് ഈ ഒരു ടോപ്പർ കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്പർ 1ൻ്റെ ഒരു ടോപ്പർ വെച്ച് കൊടുത്തു. പക്ഷേ അത് അവിടെ ഇരുന്നപ്പോൾ അത്ര കണ്ടങ്ങോട്ട് സുഖം തോന്നിയില്ല. കാരണം കുട്ടികളുടെ പേരും ഇതൊക്കെ വെക്കണമല്ലോ. അപ്പോൾ മോൻ വന്നിട്ടൊരു ഐഡിയ പറഞ്ഞു, മീ അവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പേര് വെക്കുക, ബാക്കിലോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെടുത്ത് ബാക്കിലോട്ട് വെച്ചു. എന്നിട്ട് പേര് ധ്രുവിക എന്നായിരുന്നു കുട്ടികളുടെ പേര് കേട്ടോ. അങ്ങനെ അത് വെച്ച് കൊടുത്തു. കുറച്ച് ഫോക്സ് ബോൾസും വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മളൊരു വൈകുന്നേരം 3:30 മണിക്കാണ് നമ്മൾ ഈ കേക്ക് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 3 മണി സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് കിച്ചണിൽ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വെല്ലുവിളിയാണ് കേട്ടോ ഈ ഒരു വെയിൽ. നമുക്ക് നമ്മുടെ ഫോണ്ടൻറ്റിനായിരുന്നാലും നമ്മുടെ ക്രീം ആയിരുന്നാലും പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാറിൻ്റെ കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ രസം തോന്നിയില്ല. അങ്ങനെ ഷുഗർ ബോൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് തന്നെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കേക്ക് എനിക്ക് ഓർഡർ തന്ന കസ്റ്റമർക്ക് ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, ലാവൻഡർ കളറിലായിരിക്കണം, സ്കൈ തീം ആയിരിക്കണം, 2 ടെഡി ബിയറും വേണം, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ നല്ലൊരു ടോപ്പറും വേണം. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചെറിയ ഷുഗർ ബോൾസ് കൊണ്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഗോൾഡൻ കളറായിരുന്നു. നമ്മൾ കേക്ക് തിരിച്ച് വെച്ചത് അവിടെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ട്രൈപോഡ് തിരിച്ച് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് മോൻ്റെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ടീച്ചറുടെ കുട്ടികൾ ട്വിൻസാണ്. ശരിക്കും പറഞ്ഞാൽ തീം വർക്ക് ഉള്ള കേക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ഐഡിയാസൊക്കെ കേക്കിലൂടെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നതിനേക്കാളും തീം കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മളൊരു ടെൻഷനും അതുപോലെ ഉണ്ടാവും. കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ശരിയാവോ, അങ്ങനെ വെച്ചാൽ ഓക്കെ ആവോ, അവർക്കത് ഇഷ്ടമാവോ, ഇങ്ങനെ ഒരു ടെൻഷൻ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമ്മളെ ഫുൾ ഇഷ്ടത്തിന് തരുന്നൊരു കേക്കാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ഓർഡർ വരുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണ്ടൻ വർക്ക്സ് കുറച്ച് ജോലിയുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ടെഡി ബിയർ ഉണ്ടാക്കി വയ്ക്കുന്നത്. നേരത്തെ പാൻഡ തീം കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണുക, നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെഡി ബിയേഴ്സ് എല്ലാം നല്ല കുട്ടപ്പന്മാരായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ ലാവൻഡർ കളർ കൊടുക്കാൻ കാര്യം കുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളറ് ലാവൻഡർ കളറായിരുന്നു. ഞാൻ നേരത്തെ ചെയ്ത റെയിൻബോ തീം കേക്കിന് കുട്ടികളുടെ ഫ്രോക്ക് റെയിൻബോ തീമിലുള്ളൊരു ഫ്രോക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കേക്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ക്രീം കവർ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത് കേട്ടോ. രാവിലെ നമ്മൾ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ മാർക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നമ്മളതൊന്നും ചെയ്യാൻ നിന്നില്ല. വലിയ വൃത്തിയോട് തോന്നത്തോണ്ട് തന്നെ നല്ല രീതിക്ക് അത് വെച്ചിട്ട് കൊടുത്തു. നമ്മൾ ബേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം കറണ്ട് ഇല്ലാണ്ട് നമുക്കുള്ള പണി ഒന്നും തന്നെ നടക്കത്തില്ലെന്നാണ് സത്യം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് നമ്മുടെ കസ്റ്റമർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവർ നല്ല റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ റെയിൻബോ തീം കേക്ക്. ജസ്റ്റ് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ.
അത് 1 kg ഉള്ളൊരു ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബിസിയാണ്. നമ്മളെല്ലാ കേക്കും ഒന്നും ഇതുപോലെ വീഡിയോ എടുത്തിടാനായിട്ട് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് വരുന്ന തീം കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇൻഷാല്ലാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കേക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.